ക്രൂശിത വഴിയിലൂടെ 22-ാം ദിനം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. വിത്താണ് അവിടെ പ്രധാന കഥാപാത്രം. നിരവധി സാധ്യത വിത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. 30, 60, 100 മേനിയായി ഫലം നൽകാനുള്ള സാധ്യതകൾ. നല്ല നിലത്ത് വീണാൽ മാത്രമേ 100-ലേക്ക് എത്തുകയുള്ളൂ. വഴിയരികിൽ വീണതും പാറപ്പുറത്ത് വീണതും മുള്ളിനിടയിൽ വീണതും നല്ല നിലത്ത് വീണതും എല്ലാം ഒരേ തരത്തിലുള്ള വിത്തുകളാണ്. എന്നാൽ ആദ്യത്തെ 3 സ്ഥലങ്ങളിൽ ഫലം ഇല്ലാതെ പോയത് വിത്തിൻ്റെ കുഴപ്പമല്ല, വീണ ഇടങ്ങളുടെ പിഴവുകളാണ്. ഇടങ്ങളെ രൂപാന്തരപ്പെടുത്തിയാൽ ഫലം സുനിശ്ചിതമാണ്. വഴിയരികിൽ വീണത് പറവകൾ കൊത്തിത്തിന്നു. അല്പം കൂടെ കരുതൽ അവിടെ ആവശ്യമായിരുന്നു. പാറപ്പുറത്ത് വീണത് മണ്ണില്ലായകൊണ്ട് സൂര്യവെളിച്ചത്തിൽ അത് കരിഞ്ഞുപോയി. സ്വല്പം തണലേകിയാൽ അവിടെയും പച്ചപ്പിൻ്റെയും ഫലത്തിൻ്റെയും സാധ്യതകളുണ്ടായിരുന്നു. മുള്ളിന് ഇടയിൽ വീണത് വളരുവാൻ ശക്തിയുള്ളവയായിരുന്നു. വളർന്നു വന്നപ്പോൾ ഞെരുങ്ങിപ്പോയി. വളർച്ചയ്ക്ക് സഹായകമാം വിധത്തിൽ മുള്ളുകൾ മാറ്റിവിട്ടാൽ നല്ല ഫലം കിട്ടും. അതുകൊണ്ട് നോമ്പ് സ്വയം രൂപാന്തരപ്പെടുത്തുന്നതും ഇടങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതും ആകണം. തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വഴിയരികിൽ വീണുപോയ, പാറപ്പുറത്ത് വീണുപോയ, മുള്ളിനിടയിൽ വീണുപോയ വിത്തുകൾ വളരാനും ഫലം നൽകുവാനുമുള്ള സാധ്യതയെ കണ്ടെത്തുന്ന നല്ല ദിനങ്ങളായി നോമ്പിനെ നമുക്ക് രൂപാന്തരപ്പെടുത്താം. സ്തുതിയായിരിക്കട്ടെ.